ഹായ് ആൾ. എൻ്റെ പേര് ശ്രീലക്ഷ്മി. സോ നമുക്ക് ആൾറെഡി കുറേ ലീഡ്സ് കിട്ടുന്നുണ്ട്. ആ ലീഡ്സുമായിട്ട് നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ BOP കൊടുക്കുന്നതിന് മുന്നേ ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതെങ്ങനെ നമുക്ക് പ്രോപ്പർ വേയിൽ കൊണ്ടുപോകാം. അവർ ചോദിക്കുന്ന കുറേ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് മഗ്ഗപ്പ് ചെയ്യാം, അതായത് സ്കിപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ളൊരു സെക്ഷനാണ് ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു ഹാൻഡിൽ അൺവാണ്ടഡ് കോൺവെർസേഷൻ ഓഫ് യുവർ ക്ലയൻറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു അൺവാണ്ടഡ് കോൺവെർസേഷൻ ഓഫ് യുവർ ക്ലയൻറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. സോ നമുക്കറിയാം, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൾറെഡി. എങ്ങനെ നമുക്ക് അവരോട് സംസാരിക്കാം, അവർ ചോദിക്കുന്ന ഡൗട്ട്സ് എങ്ങനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം, എല്ലാം നമ്മൾ അതിൽ ഒത്തിരി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് പുറമെ ചെറിയ ചെറിയ ഡൗട്ട്സുകളൊക്കെ അവർക്കുണ്ടാവും. സോ നമുക്ക് എങ്ങനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, നമുക്ക് എങ്ങനെ ഈ ഒരു ജോബ് ചെയ്യാം. സോ ഇതിനൊക്കെ ഒരുപാട് ടൈം എടുക്കുമോ, ഒരുപാട് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഡെയിലി 2 hours വർക്ക് ചെയ്താൽ മാത്രം മതിയോ, ഡെയിലി 2 hours എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫ്രീ ടൈം ചെയ്താൽ മതിയോ, ഇതൊക്കെയാണ് അവരെ മോസ്റ്റ്ലി ഡൗട്ട്. ഈ ഒരു വർക്ക് ഒരു 2 വാക്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ, എനിക്ക് ചിലപ്പോൾ സെക്ഷൻസ് ഒന്നും കയറാൻ പറ്റത്തില്ല. സോ ഇത് 2 വാക്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ, എങ്കിൽ അതെനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരുന്നു. ഇതാണ് അവരെ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. പിന്നെ ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, അതോ ഇനി ലാസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം വല്ലതും പറയുമോ, ഇതൊക്കെയാണ് അവർ മോസ്റ്റ്ലി ചോദിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്കിതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അവർ ഈ ഒരു ജോബ് 2 വാക്കി പറയാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയണം, ഈ ഒരു ജോബ് നമുക്ക് 2 വാക്കി പറയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ജോബെന്ന് പറയുന്നത് അത്രയ്ക്കും വളരെ വലിയ രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ട്രെയിനിങ് സെക്ഷൻ. സോ ഈ ട്രെയിനിങ് സെക്ഷൻ നമ്മളത് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ മൺഡേ ടു സാറ്റർഡേ നമുക്ക് 7:30 സെക്ഷൻ വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അരമണിക്കൂറേ കാണത്തുള്ളൂ. മാക്സിമം ആ ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഡൗട്ട്സ് നമുക്ക് ചോദിക്കാൻ പറ്റും. അതിൽ ഇൻകാൾ മെസ്സേജസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കയറി നമുക്കുള്ള ഡൗട്ട്സുകളെല്ലാം ചോദിച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മെൻറ്ററായിട്ട് സമീപിക്കുക. അതായത് മെൻറ്റർ മീൻസ് ഞാനായിരിക്കും മെൻറ്റർ, എന്നെ സമീപിച്ചാൽ മതി. ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ക്ലാരിഫൈ ചെയ്ത് ചോദിക്കാം. സോ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് മെൻറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കും വർക്ക് എന്താണെന്നുള്ളത്. അതുകൊണ്ട് 2 വാക്കിൽ പറഞ്ഞു തരാനുള്ളതല്ല വർക്കെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് അവരെ ഒന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, നമ്മളൊരു ജോബിൽ കയറിയാൽ തന്നെ ഒരു 6 months ഇൻറ്റേൺഷിപ്പോ 6 months ട്രെയിനിങ് പീരീഡോ ഇല്ലാതെ ഒരു പ്രൊഫഷണൽ ജോബ്, നമ്മൾ എടുത്തു പറയുക പ്രൊഫഷണൽ ജോബിന് നമുക്ക് ഒരു 6 month ട്രെയിനിങ് പീരീഡ് ഇല്ലാതെ അവരൊരിക്കലും നമ്മളെ വർക്കിൽ പ്രൊമോട്ട് ചെയ്യിപ്പിക്കില്ല, അല്ലെങ്കിൽ വർക്ക് നമ്മളെ ചെയ്യിപ്പിക്കാൻ അനുവദിക്കില്ല. സോ അങ്ങനെ അനുവദിപ്പിക്കാത്ത പക്ഷം ഇപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് കൊള്ളില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ നമ്മളെ എന്തായാലും റിജക്റ്റ് ചെയ്ത് കളയും. സോ ഇവിടെ നമ്മൾ 6 months ഒന്നും പറയുന്നില്ല, വെറും ഒരു 5 days ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ പറയുന്നത്. സോ ഈ 5 days ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. ഞാൻ ഡെയിലി തരുന്ന ട്രെയിനിങ് വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തരിക. ഇത്രയും പറയണം അവരോട്. ഇത് നമ്മൾ ഇത്രയും ഞാൻ വലിച്ചു നീട്ടി പറയുന്നതാണ്. ഇത് നിങ്ങൾ ചെറുതായി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു ഡയലോഗ്സ് എല്ലാം ആഡപ്പ് ചെയ്ത് മാക്സിമം പറയാൻ നോക്കുക. സോ ഇതാണ് ഹൗ ടു ഹാൻഡിൽ അൺവാണ്ടഡ് കോൺവെർസേഷൻ ഓഫ് യുവർ ക്ലയൻറ്റ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് മെമ്പർഷിപ്പ് ക്രിയേഷൻ. സോ മെമ്പർഷിപ്പ് ക്രിയേഷൻ മാക്സിമം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കരുത്, നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അവർ മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മോസ്റ്റ്ലി മടിയുള്ളവരായിരിക്കും. അപ്പോൾ അവരോട് പറയണം, നിങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണെങ്കിൽ ഡീറ്റെയിൽസ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി, ഞാൻ മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവർ ആ ഒരു ടൈമിൽ മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ പെട്ടെന്ന് സഹായിക്കുകയും ചെയ്യും. നമുക്കതൊരു പണി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നമ്മുടെ ഐഡിയ എന്ത് ചെയ്യും, അവിടെ കൂടുകയും ചെയ്യും.
ഓക്കെ, നമുക്ക് ഐഡിയ അവിടെ കൂടുകയും ചെയ്യും. അല്ലാതെ അവർ ക്രിയേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യത്തുമില്ല. പിന്നെ നമ്മൾ ആ ലിങ്ക് കൊടുത്തതും മീറ്റിംഗ് ലിങ്കിന് കയറ്റിയതും എല്ലാം നോ യൂസ് ആവും. സോ മാക്സിമം നമ്മൾ മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ നോക്കുക. നമുക്ക് തന്നെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ മെമ്പർഷിപ്പിൻ്റെ വീഡിയോസ് എല്ലാം അവരെ അയച്ചു കൊടുത്തതിന് ശേഷം പറയുക, നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സോ ഇതാണ് മെമ്പർഷിപ്പ് ക്രിയേഷൻ. ഇനി കുറച്ച് കോൺവെർസേഷൻസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. സോ ഫസ്റ്റ് അവർ പറയുന്ന ഒരു കോൺവെർസേഷനാണ്, ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ദാറ്റ് ഈസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫ്രീ ട്രെയിനിങ് ആയിരിക്കും. അതാദ്യമേ പറയണ്ട. സോ ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ പറയേണ്ടത് 5 days ഫ്രീ ട്രെയിനിങ് ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രെയിനിങ് വീഡിയോസും എല്ലാം ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിന്ന് ഒരു പണച്ചെലവും ഉണ്ടാക്കേണ്ടി വരത്തില്ല. അത് നേരെ പറയുക. ഓക്കെ, ഇത്രയും അതായത് നമ്മൾ കുറച്ച് നീട്ടേ വേണം, എന്നാൽ ഒരുപാട് നീട്ടാനും പാടില്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുമ്പോൾ ഷോർട്ടായിരിക്കണം, എന്നാൽ ഒത്തിരി നീട്ടുകയും ചെയ്യരുത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുകയും വേണം. സോ അതാണത് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അവർ ഡൗട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഇത് വിശ്വസിക്കാമോ, ഇത് ഫേക്കാണോ, ഞാനിത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് വന്നത്, അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നെഗറ്റീവ് കമൻസാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം എന്തായാലും വരും. ബട്ട് നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യണം. അപ്പോൾ അവരോട് നമ്മൾ പതിയെ പറയണം, എടാ നെഗറ്റീവ് കമൻസ് നിങ്ങൾ നോക്കരുത്. ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോം എത്രമാത്രം ബിഗ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് നിങ്ങൾക്ക് ഇനിയേ അറിയാൻ പോകുന്നുള്ളൂ. സോ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ ഫോളോ അപ്പ് ചെയ്യുകയും ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഏർണിങ്സ് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറം തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. സോ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം, അതായത് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് കുട്ടികളെ നോക്കിക്കൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ജോബ് സ്ട്രെസ് ഇല്ല, എല്ലാം നമുക്ക് ഫ്രീ ആണ്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അവരിങ്ങനെ പറഞ്ഞ് നമ്മൾ പതിയെ കൊതിപ്പിക്കണം. അതാണ് നമ്മൾ മാക്സിമം ചെയ്യാനുള്ളത്. സോ ഇതാണൊരു ചെറിയൊരു അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ അവർ മോസ്റ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഈ കുറേ പേര് ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും വരും. ഇപ്പോൾ വേറെ ആളുടെ ID ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും, അതായത് വേറെ മെൻറ്ററിൻ്റെ ID ക്രിയേറ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. എന്നിട്ടറിയാതെ ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? മോസ്റ്റ്ലി അവരോട് പറയുക, ഒന്നെങ്കിൽ ഫസ്റ്റ് തൊട്ട് സെക്ഷൻ കയറാൻ പറയുക, അല്ലെങ്കിൽ അവരോട് പറയുക, എനിക്ക് മെൻറ്ററായിട്ട് സംസാരിക്കണം, എനിക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്കതിനെപ്പറ്റി കൂടുതൽ ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കാര്യങ്ങൾ എന്താണെന്നുള്ളത് മെൻറ്റർ തന്നെ പറഞ്ഞുതരും. മെൻറ്റർ മീൻസ് നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് പറഞ്ഞുതരും എന്താണ് ചെയ്യാനുള്ളത്. അങ്ങനെ വേണം അത് പറയാനുള്ളത്. അല്ലാതെ അവരെ ആദ്യമേ കയറി ID ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ മേ ബി ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ അത് ഡിഫിക്കൽട്ടാവും. ഓക്കെ, പിന്നെ കുറേ പേര് വന്നിട്ട് പറയും, ഇത് ഫോറവർ അല്ലേ, ഇത് ഞാൻ കുറേ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടതാണ്, എനിക്കിനിയിപ്പോൾ താല്പര്യമൊന്നുമില്ല ജോയിൻ ചെയ്യാൻ, ഇത് ഫോറവർ തന്നെയല്ലേ, ഇങ്ങനെ ഒരു ഡയലോഗ്സ് അടിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊരു നെഗറ്റീവ് കമൻറ്റ് നമുക്ക് കേൾക്കുമ്പോൾ പ്രോബബ്ലി നമുക്ക് വീണ്ടും ദേഷ്യം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുടെ കമൻറ്റ്സ് മോസ്റ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയുക. അതാണ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് കൂടുതൽ റിപ്ലൈ കൊടുക്കാൻ പോകണ്ട. കാരണം എന്ന് വെച്ചാൽ അവർ പുച്ഛിക്കാൻ വേണ്ടി തന്നെയാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, പിന്നെ നമ്മൾ ആൾറെഡി വന്ന് ഇത് ഫോറവർ അല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് പറയാം, അതെ ഇത് ഫോറവർ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ തന്നെ നമ്മൾ പറയുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.